ഡാർക്ക് വെബ് വഴി വൻ ലഹരി കച്ചവടം നടത്തിയ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ ന്യൂസ് മലയാളത്തിന്. കേസിൽ പിടിയിലായ 4 പേരും കോളേജിലെ സഹപാഠികളായിരുന്നുവെന്നും അവസാനത്തെ ഡീൽ എന്ന നിലയിലാണ് 25 കോടി രൂപയുടെ ലഹരിക്കടത്തിന് പദ്ധതിയിട്ടതെന്നും എഡിസൺ NCBയോട് പറഞ്ഞു. എഡിസന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധിക്കുന്നുണ്ട്. ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി കച്ചവടം ആദ്യം ആരംഭിച്ചത് താനാണെന്ന് എഡിസൺ NCBക്ക് മൊഴി നൽകി. പിന്നീട് അരുൺ തോമസിനെയും ഡിയോളിനെയും അഞ്ജുവിനെയും കൂടെ കൂട്ടുകയായിരുന്നു. ഇവരെല്ലാം ഒരേ കോളേജിൽ ഒരേ ബാച്ചിൽ പഠിച്ചവരാണ്. ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി കച്ചവടം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നതായും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. അവസാനമായി 25 കോടി രൂപയുടെ ലഹരി മരുന്നെത്തിച്ച് രാജ്യത്താകമാനം വിതരണം ചെയ്യാനായിരുന്നു തീരുമാനം. ആ വലിയ ഡീലിനായി നീക്കം നടത്തുന്നതിനിടയിലാണ് പിടിയിലായതെന്നും മൊഴിയിലുണ്ട്. മാത്രമല്ല, സമൂഹവുമായി യാതൊരു വിധത്തിലും നേരിട്ട് ബന്ധപ്പെടാതിരിക്കാൻ താൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായും എഡിസൺ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. UK കേന്ദ്രീകരിച്ച് പുതിയ ബിസിനസ് ആരംഭിച്ച് നാട്ടിൽ നിന്നും മടങ്ങാനായിരുന്നു തന്റെ ലക്ഷ്യമെന്നും എഡിസൺ മൊഴി നൽകിയിട്ടുണ്ട്. എഡിസണും കൂട്ടാളികളും ലക്ഷ്യം വെച്ചിരുന്നത് രാജ്യത്തെ നശിപ്പിക്കാനുള്ള വൻ പദ്ധതികളായിരുന്നു. NCBയുടെ കൃത്യമായ ഇടപെടലാണ് ഈ പദ്ധതികളാകമാനം തകർത്തു കളഞ്ഞത്. ഷഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.